ഹായ് ഹലോ ഫ്രണ്ട്സ്, പാഠശാലയുടെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചവരെയാണ്. ചെറിയൊരു കോഡിലൂടെയാണ് നിങ്ങളെ അത് പഠിപ്പിക്കുന്നത്. ആ കോഡ് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. കോഡ് ഇതാണ്: ചട്ടമ്പിയായ കുമാരനും പി എ ആയ വി ടിയും ജിയെ കണ്ടു. എന്താണ്? ചട്ടമ്പിയായ കുമാരനും പി എ ആയ വി ടിയും ജിയെ കണ്ടു. ഇനി ചട്ടമ്പി എന്ന് പറയുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. കുമാരൻ കുമാരനാശാനാണ്. പി എയിൽ പി എന്ന് പറയുന്നത് പൽപ്പുവാണ്. എ എന്ന് പറയുന്നത് അയ്യങ്കാളി. പി എ ആയ വി ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വി എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ, ടി എന്ന് പറയുന്നത് ടാഗോറാണ്. ജിയെ കണ്ടു എന്നുള്ളത്, ജി എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമി, കുമാരൻ കുമാരനാശൻ, പി പൽപ്പു, എ അയ്യങ്കാളി, വി വാഗ്ഭടാനന്ദൻ, ടി ടാഗോർ, ജി ഗാന്ധിജി. പഠിച്ചില്ലേ നിങ്ങൾ? അപ്പോൾ എന്താണ്? ചട്ടമ്പിയായ കുമാരനും പി എ ആയ വി ടിയും ജിയെ കണ്ടു. എത്ര ലളിതമാണ് ഈ കോഡ് അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കാൻ പറ്റിയ കോഡാണ്. ഇനി ഇവർ കണ്ടുമുട്ടിയ വർഷം നമുക്ക് ഓർത്തിരിക്കണം. അതിനായിട്ട് അതിൻ്റെ നേരെ തന്നെ ക്രമത്തിന് നമ്മൾ ആ നമ്പർ പഠിച്ചു വെക്കണം. 82, 91, 95, 12, 14, 22, 25. ചട്ടമ്പിയുടെ നേരെ എന്താണ്? 82, കുമാരൻ്റെ നേരെ 91, പി എന്ന് പറയുന്നത് 95, എ എന്ന് പറയുന്നത് 12, വി 14, ടി എന്ന് പറയുന്നത് 22, ജി എന്ന് പറയുന്നത് 25. 82, 91, 95, 12, 14, 22, 25. എന്താണ്? 82, 91, 95, 12, 14, 22, 25. ഒരു ഫോൺ നമ്പർ പോലെ തന്നെ പഠിച്ചു വെക്കുക. നമ്മുടെ കോഡ് എന്തായിരുന്നു? ചട്ടമ്പിയായ കുമാരനും പി എ ആയ വി ടിയും ജിയെ കണ്ടു എന്നതാണ് നമ്മുടെ കോഡ്. അതിൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ്, ആദ്യത്തെ 3 നമ്പേഴ്സ് 82, 91, 95 എന്ന് പറഞ്ഞാൽ ചട്ടമ്പിയായ കുമാരൻ പി വരെയുള്ള നമ്പേഴ്സാണ് 82, 91, 95. ഇതിൻ്റെ കൂടെ 18 ചേർത്ത് ഓർത്ത് വെക്കുക. എന്ന് വെച്ചാൽ 1882, 1891, 1895. 82ൻ്റെ കൂടെ 18 ആകുമ്പോൾ 1882, 91ൻ്റെ കൂടെ 18 ആകുമ്പോൾ 1891, 95ൻ്റെ കൂടെ 18 ആകുമ്പോൾ 1895. ബാക്കി വരുന്ന 4 നമ്പേഴ്സിൻ്റെ കൂടെ 19 ചേർത്ത് വായിച്ചു പോവുക. എന്ന് വെച്ചാൽ AVTG എന്നുള്ളത്. A 12, V 14, T 22, G 25. അത്രയും മനസ്സിലായല്ലോ. 12ൻ്റെ കൂടെ 19 ചേരുമ്പോൾ എന്താണ്? 1912. വിയുടെ കൂടെ എന്താണ്? വി എന്ന് പറയുന്നത് എത്രാമത്തെയാ? 14 വർഷം കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് 1914. ടി എന്ന് പറയുന്നത് 22, 1922. ജി എന്ന് പറയുന്നത് 25, 1925. ഇനി നമുക്ക് ക്രമമായിട്ട് പഠിക്കാം. ചട്ടമ്പി 82 അല്ലേ? 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമി 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ആരെ കണ്ടുമുട്ടുന്നത്? ശ്രീനാരായണ ഗുരുദേവനെ കണ്ടുമുട്ടുന്നത്. അടുത്ത ആരാണ്? കുമാരൻ 91 അല്ലേ? കുമാരനാശാൻ 1891 കായ്ക്കരയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് അല്ലേ? അടുത്ത ആരാണ്? പി എന്ന് പറയുന്നത് പൽപ്പു 95. അപ്പോൾ ഈ മൂന്ന് നമ്പേഴ്സിൻ്റെയും കൂടെ 18 ചേർത്ത് വേണം വായിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ 95 എന്താണ്? 18 ചേർക്കുമ്പോൾ 1895. ഡോക്ടർ പൽപ്പു 1895 ബംഗളൂരിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നു. അതുപോലെ തന്നെ പി കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്താണ്? എ ആണ് വരുന്നത്. എ എന്ന് പറയുന്ന ആരാണ്? അയ്യങ്കാളി. അപ്പോൾ 12 തൊട്ട് 25 വരെ 19 ചേർത്ത് വായിക്കണമെന്ന് പറഞ്ഞു അല്ലേ? 12 ചേരുമ്പോൾ എത്രയാണ്? 1912 എന്ന് പറയുന്നത് അയ്യങ്കാളിയാണ്. ആരുമായിട്ട് കണ്ടുമുട്ടിയ വർഷമാണ്? ശ്രീനാരായണ ഗുരുവായിട്ട് കണ്ടുമുട്ടിയ വർഷമാണ്. കണ്ടുമുട്ടിയ സ്ഥലം എന്ന് പറയുന്നത് ബാലരാമപുരമാണ്. അടുത്തത് ആരാണ്? വി ആണ്. വിയുടെ നേർക്ക് എന്താണ്? 14. അപ്പോൾ 19 ചേരുമ്പോൾ 1914. വി എന്ന് പറയുന്ന ആരാണ്? വാഗ്ഭടാനന്ദനാണ്. 1914 ആലുവയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. അത് ടി ആണ്. ടാഗോറിൻ്റെ നേർക്ക് എത്ര നമ്പർ? 22. 19 ചേരുമ്പോൾ 1922 ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ കണ്ടുമുട്ടുന്നത്.
അതുപോലെ ജി എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിജിയാണ്. ജിയുടെ നേരെ 25ആണ്. 1925 19 ചേരുമ്പോൾ 1925 ശിവഗിരിയിൽ വെച്ച് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജിയും കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടിപ്സ് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. എന്തായിരുന്നു നമ്മുടെ കോഡ്? ചട്ടമ്പിയായ കുമാരനും പി എ ആയ വീറ്റിയും ജിയെ കണ്ടു. എന്തായിരുന്നു നമ്മുടെ ആ നമ്പർ? 82 91 95. ഇവയുടെ കൂടെ 18 ചേർക്കുക. 12 14 22 25. ഇവയുടെ കൂടെ എന്ത് ചേർക്കുക? 19 ചേർക്കുക. അപ്പോൾ ചട്ടമ്പിസ്വാമി 1882 അണിയൂർ ക്ഷേത്രം, കുമാരനാശാൻ 1891 കായിക്കര, ഡോക്ടർ പൽപ്പു 1895 ബംഗളൂരു, അയ്യങ്കാളി 1912 ബാലരാമപുരം, വക്ബടാനന്ദൻ 1914 ആലുവ, ടാഗോർ 1922 ശിവഗിരി, ഗാന്ധിജി 1925 ശിവഗിരി.